അമേരിക്കയ്ക്ക് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് നോർത്ത് കൊറിയ, അതായത് കിം ജോങ് ഉന്നിൻ്റെ രാഷ്ട്രം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വിനാശകരമായ ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന 3 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഹ്വാസാങ് 20 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ മിസൈൽ ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ നോർത്ത് കൊറിയ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് അമേരിക്കയുടെ മുക്കിലും മൂലയിലും വരെ കടന്നു ചെല്ലാൻ കഴിയുന്നതാണ്. 15,000 കിലോമീറ്റർ റേഞ്ചുള്ള ഈ മിസൈൽ അമേരിക്കയിലെ അലാസ്ക മുതൽ ഫ്ലോറിഡ വരെ ഏത് സിറ്റിയെ നശിപ്പിക്കാൻ കഴിയും. അപ്പം ഒന്നിലധികം പോർമുനകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം ഒന്നിലധികം സിറ്റികളിൽ ആക്രമണം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ ഹ്വാസാങ് 20യുടെ പ്രത്യേകത. നേരത്തെ നോർത്ത് കൊറിയ നിർമ്മിച്ച ഹ്വാസാങ് 18 എന്ന് പറയുന്ന ആണവ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ 40% ശക്തി കൂടിയ മിസൈലാണെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. കിം ജോങ് ഉൻ കൃത്യമായിട്ട് തന്നെ പറയുന്നു, അമേരിക്കയുടെ സ്വേച്ഛാധിപത്യ ഭീഷണികളെ നേരിടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കാലമായി ആണവ മിസൈലുകളുടെ പരീക്ഷണത്തിലായിരുന്നു. അതിൽ അമേരിക്കയുടെ പല ഭാഗങ്ങളെയും ഭസ്മീകരിക്കാൻ കഴിയുന്ന മിസൈലാണ് ഹ്വാസാങ് 20 എന്ന് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ഇത് പ്രദർശിപ്പിച്ചത് നോർത്ത് കൊറിയയിലെ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. നോർത്ത് കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ 80ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ ഒരു സൈനിക അഭ്യാസ പരിപാടി, അതായത് സൈനിക പരേഡ് സംഘടിപ്പിച്ചു. ഇതിൽ പങ്കെടുക്കാൻ ചൈനയിൽ നിന്ന് പ്രധാനമന്ത്രി ലീ ക്വിങ് എത്തി. ഒപ്പം റഷ്യയുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ദിമിത്രി മെദ്വദേവ് എത്തി. കൂടാതെ വിയറ്റ്നാമിൻ്റെ ഭരണാധികാരിയായ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ടോം ലോം എത്തി. ഇവരടക്കം ആയിരക്കണക്കിന് വരുന്ന നോർത്ത് കൊറിയൻ ജനതയ്ക്ക് മുമ്പിലാണ് ഹ്വാസാങ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പുതിയ അത്യന്താധുനിക ഖര ഇന്ധന ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പ്രദർശിപ്പിച്ചത്. അപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് നോർത്ത് കൊറിയയ്ക്ക് ഭീഷണി ഉണ്ടാകുന്നു. ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മിസൈൽ നിർമ്മിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ മിസൈൽ എവിടെയെങ്കിലും വന്ന് പതിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ മേഖല മുഴുവൻ ഭസ്മീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. പെൻറ്റഗണും പറയുന്നുണ്ട് ഇത് വല്ലാത്ത ഭീഷണി ഉയർത്തുന്ന ഒരു മിസൈലാണെന്ന്. അപ്പോൾ പെൻറ്റഗൺ പോലും വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും US-ൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യം ഉടലെടുത്തു എന്നാണ് കിം ജോങ് ഉന്നിൻ്റെ ഈ നിലപാടിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് സൈനികരെ അണിനിരത്തിക്കൊണ്ട് നോർത്ത് കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ ഒരു സൈനിക പരേഡ് നടത്തിയപ്പോൾ അതിൽ ഈ പറയുന്ന അവരുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹ്വാസാങ് 20 പ്രദർശിപ്പിച്ചതിനൊപ്പം ഡ്രോൺ വിക്ഷേപിക്കാവുന്ന ലോഞ്ചറുകൾ, അതുപോലെ ടാങ്കറുകൾ, പുതിയ മിസൈലുകൾ, ആയുധങ്ങൾ ഒക്കെ തന്നെ പ്രദർശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ലോകത്തെ അടക്കി വാഴാൻ കഴിയുന്ന ഒരു സൈനിക ശക്തിയാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. മാത്രമല്ല ഈ ഉക്രൈൻ റഷ്യ വാറിൽ റഷ്യയ്ക്ക് വേണ്ടി നോർത്ത് കൊറിയൻ സൈനികരൊക്കെ അവിടെ യുദ്ധത്തിലേർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയിട്ട് അവിടെ സേവനം അനുഷ്ഠിക്കുന്ന നോർത്ത് കൊറിയൻ പട്ടാളക്കാർക്കൊക്കെ തന്നെ ഊഷ്മളമായ അഭിനന്ദനം രേഖപ്പെടുത്തുന്നുവെന്നും കിം ജോങ് ഉൻ അവിടുത്തെ സൈനിക പരേഡിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ പാശ്ചാത്യ ലോകത്തിൻ്റെ ആഗോള മേധാവിത്വത്തിനെതിരെ സ്വാതന്ത്ര്യത്തിൻ്റെ കോട്ടയാണ് നോർത്ത് കൊറിയ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കിം ജോങ് ഉൻ പറയുന്നത്. മാത്രമല്ല ഹ്രസ്വദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട്. ഹ്വാസാങ് 11mm എന്ന് പറയുന്ന ആ മിസൈലിനപ്പുറത്തേക്ക് ഈ ദീർഘദൂര മിസൈലായ ഹ്വാസാങ് 20 കൂടി അവതരിപ്പിച്ചപ്പോൾ എത്രയും വലിയ ആണവശക്തിയാണ് നോർത്ത് കൊറിയ എന്ന് ലോകത്തിന് ഏതാണ്ട് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ശത്രു ഭീഷണികളെ തകർക്കാനായിട്ട് ഒരു അജയ്യ ശക്തിയായിട്ട് നോർത്ത് കൊറിയ ലോകത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കുമെന്നാണ് കിം ജോങ് ഉൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് നോർത്ത് കൊറിയയുടെ അവസ്ഥ എന്താണെന്ന് അത്ര കൃത്യമായിട്ട് ഇവർക്കും അറിയില്ല. കാരണം ഉരുക്കുമുഷ്ടിയിലാണല്ലോ ആ രാജ്യത്തെ ജനങ്ങൾ കഴിയുന്നത്. ആ മേഖലയിൽ, അതായത് സാമ്പത്തിക മേഖലയിൽ തന്നെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തങ്ങൾ ഒരു വൻ ശക്തിയായിട്ട് ഉയരുമെന്നും കിം ജോങ് ഉൻ പറയുന്നുണ്ട്. ഇവിടെ കടുത്ത നയങ്ങൾ പിന്തുടർന്ന് ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നോർത്ത് കൊറിയ മുന്നോട്ട് നീങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് പറുദീസയായിട്ട് ഞങ്ങളുടെ രാജ്യത്തെ മാറ്റും. ഇതാണ്
പറയുന്നത്. എന്തായാലും ഈ മിസൈലുകൾ, അതായത് ആണവ മിസൈലുകളുടെ ശേഖരമായ ഹ്വാസ്വാങ് വ്യൂഹത്തിലേക്ക് ഹ്വാസ്വാങ് 20 കൂടി എത്തുന്നതോടുകൂടി നോർത്ത് കൊറിയ അമേരിക്ക ഭയന്നേ പറ്റുള്ളൂ. കാരണം ഏതാണ്ട് 50-60 ആണവായുധങ്ങൾ നോർത്ത് കൊറിയയുടെ കയ്യിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നോർത്ത് കൊറിയ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ടാണ് റഷ്യയുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ദിമിത്രി മെദ്വദേവും ചൈനീസ് പ്രധാനമന്ത്രിയായ ലീ കിങ്ങും ഒക്കെ ഇവിടേക്ക് ഈ സൈനിക പരേഡിൽ പങ്കെടുക്കാൻ എത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ മാസം ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയൻ പ്രസിഡന്റായ ഈ കിം ജോങ് ഉൻ ട്രെയിനിൽ ചൈനയിലേക്ക് എത്തി. എന്നിട്ട് അവിടെ വ്ളാഡിമിർ പുടിനുമായിട്ടും ഷീ ജിൻപിങ്ങുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തി. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് വലിയൊരു ഐക്യം സൃഷ്ടിക്കുന്നു, ഞങ്ങൾ വലിയ പവർഫുൾ രാജ്യമാണെന്ന് അമേരിക്കയോട് അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളോടൊക്കെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, പ്രത്യേകിച്ച് ആണവ പോർമുനകളുള്ള ഇത്തരത്തിലുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നതിന് വലിയ പരീക്ഷണങ്ങളാണ്. അപ്പം ഞങ്ങളുടെ ആ അഭിലാഷം അതേതാണ്ട് പൂർത്തീകരിച്ചു. ഇതാണ് ഇപ്പോൾ നോർത്ത് കൊറിയ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം. ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനത്തെ ഇളക്കി മറിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ ശത്രുക്കളുടെ വ്യൂഹത്തിലേക്ക് തുളഞ്ഞു കയറാൻ കഴിയുന്ന ആയുധങ്ങൾ, ഇതാണ് നോർത്ത് കൊറിയയുടെ ലക്ഷ്യം. സാധാരണഗതിയിൽ അവർ ആയുധങ്ങൾ നിർമ്മിക്കുന്നു, യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ അന്തർവാഹിനി നിർമ്മിക്കുന്നു. ഇതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവ നീറ്റിലിറക്കുന്ന കാര്യത്തിലോ ഒന്നും തന്നെ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കില്ല. പക്ഷേ കുറച്ച് നാളായിട്ട് നോർത്ത് കൊറിയ തങ്ങളുടെ ആയുധങ്ങളൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അമേരിക്ക ലോക പോലീസാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ രാജ്യം ഏറ്റവും അധികം ഭയപ്പെടുന്നത് കിം ജോങ് ഉന്നിനെയാണ്. കാരണം അയാൾ എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നോർത്ത് കൊറിയയിൽ നിന്ന് കിം ജോങ് ഉൻ ചൈനയിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ചൈനയിൽ നടന്ന സൈനിക പരേഡിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് കൊറിയയിലെ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന അവിടുത്തെ ഭരണകക്ഷി അതിൻ്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സൈനിക പരേഡ് സംഘടിപ്പിക്കുന്നത്. അതായത് ഈ ഡെമോക്രാറ്റിക് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയുന്ന കൊറിയൻ സാമ്രാജ്യം ഇനി ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന രാജ്യമാണ്. കാരണം ചെറിയ ചെറിയ ആശങ്കകൾ ഈ കിം ജോങ് ഉന്നിനുണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് അമേരിക്കയെ വെല്ലുവിളിക്കാനായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഹ്വാസ്വാങ് 20 എന്ന് പറയുന്ന കര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആണവ പോർമുനകളുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചിട്ട് പറഞ്ഞത്, അമേരിക്കയിലെ ഏത് സിറ്റിയിലേക്കും ഞങ്ങൾക്ക് ആക്രമണം നടത്താം, 15,000 കിലോമീറ്റർ ശേഷിയുണ്ട്, അല്ലെങ്കിൽ അതിന് ദൂരപരിധിയുണ്ട്. അപ്പോൾ ഒക്ടോബർ 10 നടന്ന ഈ ഒരു സൈനിക പരേഡാണ് ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എന്തായാലും ഈ വർക്കേഴ്സ് പാർട്ടിയുടെ 80ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സൈനിക പരേഡ് നടത്തുന്നത് തങ്ങളുടെ സൈനിക ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദീർഘദൂര ക്രൂയിസ് മിസൈൽ, ഡ്രോൺ ലോഞ്ച് വാഹനങ്ങൾ, ഹ്രസ്വദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ, ഒപ്പം തന്നെ ഈ പറയുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസ്വാങ്. ഈ ഹ്വാസ്വാങ് ഇവിടെ കൊണ്ടുവന്നത് 11 ആക്സിൽ ലോഞ്ച് ട്രാക്കിൽ ഘടിപ്പിച്ച കൂറ്റൻ വാഹനത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ മിസൈലാണെന്ന് ആലോചിച്ച് നോക്കും. ഡിസംബറോടുകൂടി ഇത് നോർത്ത് കൊറിയൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറും. ഈ സമയം മുതൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നോർത്ത് കൊറിയക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ കുറച്ച് ഭയത്തോടു കൂടി ഇനി മുന്നോട്ട് പോകണമെന്നാണ് അർത്ഥം. എന്തായാലും കിം ജോങ് ഉൻ അമേരിക്കയ്ക്ക് വലിയ ആശങ്ക വീണ്ടും സൃഷ്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.